നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അതിന്റെ കാരണം ഇതാണ് എന്ന ഏകദേശ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള പോലീസ്. ഇതൊരു പ്രത്യേക കേസായി ഒരു കേസ് സ്റ്റഡി തന്നെ നടത്തുമെന്നാണ് വ്യക്തമാകുന്നത്. സമൂഹത്തിൽ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന, സമൂഹത്തിൽ മറ്റ് ചീത്തപ്പേരുകളൊന്നും തന്നെ ഉണ്ടാകാതിരുന്നിരുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സുപ്രഭാതത്തിൽ അയാളുടെ എല്ലാ സ്വഭാവ രീതികളും മാറ്റിക്കൊണ്ട് ഒരേ ദിവസം മണിക്കൂറുകൾ വ്യത്യാസത്തിൽ 6 കൊലപാതകങ്ങൾ നടത്താൻ ശ്രമിച്ചുവെങ്കിലും കൈപ്പിഴവ് മൂലം 5 കൊലപാതകത്തിൽ ഒതുങ്ങേണ്ടി വന്ന ഈ ഒരു സംഭവം അപൂർവങ്ങളിൽ അപൂർവമായി പ്രത്യേക കേസ് സ്റ്റഡി നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേരള പോലീസ്. ഈ ഘട്ടത്തിലാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം എന്ത് എന്ന് വ്യക്തമാക്കുന്ന അഫാന്റെ മൊഴി പുറത്തുവരുന്നത്. ഈ അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിനൊക്കെ തന്നെ പിന്നിൽ എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ നിഗമനത്തിലേക്ക് പോലീസ് എത്തി നിൽക്കുകയാണ്. അപ്പോഴും എന്തിനാ ഇങ്ങനെ ക്രൂരമായി കൊല്ലണം എന്ന ചോദ്യത്തിന് കാമുകിയോടും ഒക്കെ തന്നെ ആ പകയുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് പുറത്തു വരികയാണ്. കടം നൽകിയവരുടെ വിവരങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് അധികൃതരിൽ നിന്നടക്കം വിവരങ്ങൾ തേടി. കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നുപോയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അന്വേഷണത്തിൽ നിന്നും വ്യക്തമായ കാര്യമാണ് ഇത്. കാമുകി ഫർസാനയുടെ മാലയും അഫ്വാൻ പണയം വെച്ചിരുന്നു. പകരം മുക്കുബണ്ടം നൽകുകയായിരുന്നു. ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതാണ് ഫർസാനയ്ക്കെതിരെ തിരിയാൻ, അല്ലെങ്കിൽ ഫർസാനയ്ക്കും ഈ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ എന്തിനു തന്നോട് ഈ പണയം വെച്ച മാല തിരികെ ചോദിക്കുന്നു എന്ന വൈരാഗ്യമാണ് ഫർസാനയുടെ മുഖത്ത് ആഴത്തിൽ ചുറ്റികൊണ്ട് അടിച്ചടിച്ച് കൊല്ലാനുള്ള ആ ഒരു ശ്രമത്തിലേക്ക് കടന്നത് ഈ അഫാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഫർസാനയുടെയും അതുപോലെ തന്നെ ഈ അഫാൻ കൊലപ്പെടുത്തിയ എല്ലാവരുടെയും ദൃശ്യങ്ങൾ, ആ സ്പോട്ടിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ വാർത്താ ചാനലിലൂടെയോ ഒന്നും തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുകയില്ല. കണ്ടാൽ പേടിപ്പിക്കുന്ന, കണ്ടാൽ ഭയം തോന്നുന്ന, കണ്ടാൽ സമനില തെറ്റിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. കാരണം എങ്ങനെ ഒരു മുഖം വികൃതമാക്കാമോ അങ്ങനെയൊക്കെ മുഖം വികൃതമാക്കുന്ന രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കണ്ടവരൊക്കെ തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്നു ഇനി ആരും കാണരുത്. കാരണം കണ്ടാൽ നമുക്ക് പേടി തോന്നുന്ന തരത്തിലാണ് ആ മൃതശരീരങ്ങളൊക്കെ തന്നെ അവസാനം കാണാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അഫാനും ഫർസാനയുടെയും ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. വളരെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ്. അതായത് അഫാൻ വിളിച്ചിട്ട് ഫർസാന നടന്നു വരുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഒരു മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് കയറിയതിനു ശേഷം നടന്നു പോകുന്ന ഫർസാനയുണ്ട്. ഇവിടേക്ക് വരുന്നതിന് മുൻപ് എവിടെ എത്തി എന്ന ചോദ്യത്തിന് ഫർസാന കൃത്യമായ ഉത്തരം അഫാൻ പറഞ്ഞു നൽകുന്നുണ്ട്. അവിടേക്ക് ശരി ശരി എന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അഫാൻ അവിടേക്ക് തന്നെ ഫർസാന ഉള്ള ത്തേക്ക് തന്നെ ഓടിപ്പോകുന്ന ഒരു വണ്ടിയിൽ സ്പീഡിന് പോകുന്ന ഒരു ദൃശ്യവും പുറത്തു വരുന്നതിനിടയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും പരസ്പര സംഭാഷണം കേൾക്കാൻ സാധിക്കുന്നത്. വളരെ ദൈർഘ്യം കുറഞ്ഞ സംഭാഷണം ഇതാണ്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ ഫോൺ കോൾ ആയിരിക്കണം അഫാനും ഫർഹാനയും നടത്തിയിരിക്കുന്നത്. അഫാന്റെ ഫോണിൽ നിന്നും ഫർഹാനയുടെ ഫോണിലേക്ക് പോയ ഏറ്റവും അവസാനത്തെ കോളും ഒരുപക്ഷെ ഫർഹാന ആരോടെങ്കിലും സംസാരിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ സെക്കൻഡുകളും ആയിരിക്കാം അത്. പക്ഷേ എന്തായാലും തന്റെ സ്നേഹിച്ച ആ പുരുഷനെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. എന്തായാലും കൊലപാതകങ്ങൾക്കിടയിലും അമ്മുമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപയാണ് കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അഫാന്റെ അമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് വിവരം പുറത്തുവരുന്നത്. ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അത്രമാത്രം സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളത്. മനസാക്ഷി ഞെട്ടിച്ച കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണമെന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയപ്പോൾ അഫാൻ പറഞ്ഞത്. മാത്രമല്ല വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ വാപ്പയെയും കൊന്നേനെ എന്നുള്ള ഒരു മൊഴി കൂടി അഫാൻ പറഞ്ഞതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം
അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല, അഫാൻ അങ്ങനെ കടബാധ്യത ഉള്ളതായി അറിയില്ല എന്നാണ്. പക്ഷേ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ കടക്കാരുടെ വായടപ്പിക്കാനായി ഒരുപക്ഷെ ചുറ്റിനും ഇറങ്ങി നടന്ന കടം വാങ്ങുന്നുണ്ടായിരിക്കും. ഒരാളിൽ നിന്നും കടം വാങ്ങി മറ്റൊരു കടം വീട്ടാനാണ്. അങ്ങനെ കുന്നുകൂടിയ കടമായിരുന്നു ഇവർക്ക് ചുറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്തിനിങ്ങനെ വൈരാഗ്യത്തോടു കൂടി ക്രൂരമായി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന ചോദ്യമാണ് അപ്പോഴും ഉള്ളത്. പോലീസ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ തെളിവുകളും അഫാന്റെ വാദം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഉമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ്. 9 മിനിറ്റിനുള്ളിൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തി മാല എടുത്ത് തിരികെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നിന്നും 40,000 രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൗണ്ട് വഴി കടം വീട്ടുകയാണ് അഫാൻ ചെയ്തത്. ഇതിനുശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി ഈ SN പുരത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തുന്നതും പണം ചോദിച്ച ശേഷം സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നതും. അഫാന്റെ മാതാവ് ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അഫാന്റെ മൊഴിയെടുത്ത് സ്വന്തം നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്.